നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 3 ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. So let's look at some exercises. ഇവിടെ ഫസ്റ്റത്തത് സെന്റൻസുകളെ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. Birds fly. Birds is the subject, fly is the predicate. Children sing. Children is the subject, sing is the predicate. Dogs bark loud. Dog subject, bark loud predicate. Pinna many women like to ride bikes. Many women subject, like to ride bikes predicate. Pinna next is certain animals can live both in land and water. Certain animals subject, can live both in land and water predicate. Pinna next, most children of the present generation are kind to animals. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? അപ്പൊ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് മോസ്റ്റ് ചിൽഡ്രൻ ഓഫ് ദ പ്രസന്റ് ജനറേഷൻ സബ്ജക്ട് ആർ കൈൻഡ് ടു ആനിമൽസ് പ്രെഡിക്കേറ്റ്. പിന്നെ നെക്സ്റ്റ് നോ വൺ ലൈക്സ് ടു ബി ഷൗട്ടഡ് അറ്റ്. നോ വൺ സബ്ജക്ട് ലൈക്സ് ടു ബി ഷൗട്ടഡ് അറ്റ് പ്രെഡിക്കേറ്റ്. നെക്സ്റ്റ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു കാറ്റഗറൈസ് സെന്റൻസസ് ആസ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് ഇന്റർഗേറ്റീവ്. ഇപ്പോൾ who taught you grammar? It's an interrogative sentence. They will come, won't they? It's an interrogative sentence. What a day is an exclamatory sentence. All that glitters is not gold is a declarative sentence. A man who is cruel to animals cannot be kind to humanity is a declarative sentence. Please shut the window is an imperative sentence. That's a command. It's a request. But stop there. അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. പിന്നെ ഹെൽപ്പ് ഹർ പ്ലീസ് അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. പിന്നെ നെക്സ്റ്റ് ട്രൈ ടു ഗിവ് വിത്തിൻ യുവർ മീൻസ് റാദർ ദാൻ ബീയിങ് ഡിസ്സാറ്റിസ്ഫൈഡ്. അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഇറ്റ്സ് ഗിവിങ് ആൻ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് അല്ലെ. പിന്നെ നെക്സ്റ്റ് പോസിറ്റീവ് സെന്റൻസസിനെ നെഗറ്റീവ് സെന്റൻസസ് ആക്കുക ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഹി ഈസ് എ സ്റ്റുഡൻറ് ഹു വർക്ക്സ് ഹാർഡ്. അപ്പൊ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹി ഈസ് നോട്ട് എ സ്റ്റുഡൻറ് ഹു വർക്ക്സ് ഹാർഡ് എന്ന് ആക്കാം. ഷീ ഈസ് അൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഗേൾ. അപ്പൊ അതിന് നമുക്ക് ഷീ ഈസ് നോട്ട് ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഗേൾ എന്നാക്കി മാറ്റി എഴുതാം. ഇറ്റ് വുഡ് ബി എ നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ ഈസ് ഷീ എ ഡോക്ടർ? അതിനെ വേണമെങ്കിൽ നമുക്ക് ഇസിൻ ഷീ എ ഡോക്ടർ എന്നാക്കാം. അല്ലെങ്കിൽ ഈസ് ഷീ നോട്ട് എ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നെക്സ്റ്റ് ക്യാൻ യു നോട്ട് സിങ്? അതിനെ നമ്മൾ പോസിറ്റീവ് സെന്റൻസ് ആക്കുമ്പോൾ യു ക്യാൻ സേ ക്യാൻ യു സിങ്. പിന്നെ നെക്സ്റ്റ് ഡു നോട്ട് ഈറ്റ് കോൾഡ് ഫുഡ്, അത് നെഗറ്റീവ് ആണ്. അപ്പോൾ വേണമെങ്കിൽ യു ക്യാൻ നമുക്ക് പറയാം ഡു ഈറ്റ് കോൾഡ് ഫുഡ്, അല്ലെങ്കിൽ സിംപ്ലി യു ക്യാൻ ഈറ്റ് കോൾഡ് ഫുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ he doesn't like sour food. അപ്പൊ അതിനെ നമുക്ക് സിംപ്ലി he likes sour food എന്ന് പറയാം. he does not speak German നമുക്ക് he speaks German എന്നാക്കി മാറ്റാം. ഇനി എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യുന്നത്? But Mary studies well, doesn't she? He is not well, is he? They saw us, didn't they? The day is good, isn't it? It has stopped raining, hasn't it? They are not to blame, are they? ഇങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. So let's look at some more examples. He came late. You can say, didn't he? She can swim. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്? അപ്പൊ അവിടെ വരുന്നത് കാൺ ഷീ ആണ്. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എവ്രി വൺ വാസ് ഹാപ്പി. അപ്പൊ അവിടെ വി ക്യാൻ സേ
Wasn't they? Everyone was happy. Wasn't they? We can say that. Sorry, wasn't they? Allah, everyone was happy. Weren't they? Pinna, I'm on time. We can say aren't I? Pinna, next ചോദിച്ചിരിക്കുന്നത് one has to love oneself. Dash. ഇവിടെ എന്താണ് question tag വരുന്നത്? അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ doesn't one എന്ന് യൂസ് ചെയ്യാം. പിന്നെ let us watch football. Shall we? പിന്നെ he cannot run. Can he? They are not early. Are they? പിന്നെ നെക്സ്റ്റ് വരുന്നത് no one gave the correct answer. Dash. അപ്പോൾ അവിടെ എന്ത് question tag ആണ് വരുന്നത്? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് did they ആണ്. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് neither of them could have done this. അപ്പോൾ അവിടെ could they ആണ് വരുന്നത്. പിന്നെ stop talking nonsense, will you? പിന്നെ use your common sense, will you? നമുക്ക് പറയാനായിട്ട് പറ്റും. Oh sorry, it's stop talking nonsense, won't you? പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് use your common sense എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് won't you തന്നെയാണ് അവിടെയും വരുന്നത്. Now next, please pass the salt. Keep quiet, won't you ആണ് വരുന്നത്. അതേപോലെ please sit there, won't you? Read it aloud, won't you? Be careful when you drive the car, won't you? Take care of your health, won't you? Study well, won't you? പിന്നെ നെക്സ്റ്റ് വരുന്നത് everyone can do this. അപ്പോൾ അതിന് ആൻസർ വരുന്നത് can't they എന്നാണ്. ഇനി നെക്സ്റ്റ് let's discuss some plural forms. അപ്പോൾ ആദ്യം വരുന്നത് calf എന്നാണ്. It's calves. Scarf, scarves. Photo, photos. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡൈനാമോസ്. സോ എന്താണ് അതിൻ്റെ പ്ലൂറല് വരിക? സോ ഇറ്റ്സ് ഓൾറെഡി എ പ്ലൂറൽ, എ സിംഗുലർ ഫോം ഡൈനാമോ എന്നാണ്. നൗ ഫോളിയോ, ഫോളിയോസ്. Knife, knives. Shelf, shelves. Leaf, leaves. Woman, women. Goose, geese. Mouse, mice. Louse, louse, lice. Commander in chief, commanders in chief. പിന്നെ കോർട്ട് മാർഷലിന്റെ പ്ലൂറൽ വരുന്നത് കോർട്സ് മാർഷൽ എന്നാണ്. പിന്നെ മാൻ ഓഫ് വാർ, മെൻ ഓഫ് വാർ. വുമൺ ഹേറ്റർ എന്താണ് പ്ലൂറൽ വരിക? വുമൺ ഹേറ്റേഴ്സ് എന്നാണ് പ്ലൂറൽ വരിക. ബോയ് ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്സ്. ലേഡി ഡോക്ടർ, ലേഡി ഡോക്ടേഴ്സ്. grown up, grown ups. Pickpocket, pickpockets. Man servant എന്താണ് പ്ലൂറൽ വരിക നമുക്ക് നോക്കാം. മാൻ സെർവന്റിന്റെ പ്ലൂറൽ വരിക മാൻ സെർവൻസ് എന്നാണ്. വുമൺ സെർവന്റിന്റെ പ്ലൂറൽ വരിക വുമൺ സെർവൻസ് എന്നാണ്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ലോർഡ് ജസ്റ്റിസിന്റെ പ്ലൂറൽ എന്താണ്? സോ വാട്ട് ഇസ് ദ പ്ലൂറൽ ഓഫ് ലോർഡ് ജസ്റ്റിസ് എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ പ്ലൂറൽ ഫോം ലോർഡ്സ് ജസ്റ്റിസ് എന്നാണ്. Now what is the plural form of radius? എന്താണ് റേഡിയസിന്റെ പ്ലൂറൽ ഫോം? റേഡിയസിന്റെ പ്ലൂറൽ ഫോം is radii. ന്യൂക്ലിയസിന്റെ പ്ലൂറൽ ഫോം is nuclei. ഫിനോമിനോണിന്റെ പ്ലൂറൽ ഫോം ഫിനോമിന എന്നാണ്. ഇനി let's look at some masculine and feminine form. അപ്പൊ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന്റെ ഫെമിനിൻ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ടു ഡു ദാറ്റ്. അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്നത് ബാച്ചിലർ. എന്താണ് ബാച്ചിലറിന്റെ ഫീമെയിൽ ഫോം? ബാച്ചിലറിന്റെ ഫീമെയിൽ ഫോം ബാച്ചിലറെറ്റ് എന്നാണ്. എന്താണ് വിസേർഡിന്റെ ഫെമിനിൻ ഫോം? ഇറ്റ്സ് വിച്ച്. പിന്നെ ഡിയർ, ഡോ. Now, dog in the female feminine form bitch എന്നാണ്. But we have to be aware that it's also used as a degradative term. പിന്നെ lass in the lad in the female feminine form lass എന്നാണ്.
പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് കിങ്ങിന്റെ ഫെമിനിൻ ഫോം എന്താണ്? ഇറ്റ്സ് ക്വീൻ. കൗണ്ടിന്റെ ഫീമെയിൽ ഫോം ഇറ്റ്സ് കൗണ്ടസ്. പിന്നെ ഓതർ ഒരു ജെൻഡർ ന്യൂട്രൽ ടേം ആണ്. അപ്പോ ഓതറിന്റെ ഫെമിനിൻ ഫോം ഓതറൻ തന്നെയാണ്. ഓത്രസ് എന്ന് പറഞ്ഞിരുന്നു, ബട്ട് ഇറ്റ്സ് നോ ലോnger യൂസ്. സെയിം വിത്ത് പോയറ്റ് ആൻഡ് പോയറ്റസ്. പോയറ്റസ് ഇസ് നൗ an outdated term. Poet has become a gender neutral term. Priest, priestess. Emperor, empress. Heir, heiress. Now what about monster? എന്താണ് മോൺസ്റ്ററിന്റെ ഫെമിനിൻ ഫോം? മോൺസ്റ്റർ ഈ പറയുന്നത് പോലെ ഒരു ജെൻഡർ ന്യൂട്രൽ ടേം ആണ്. ഇറ്റ്സ് എ ജെൻഡർ ന്യൂട്രൽ ടേം. അപ്പോൾ മേ ബി ഇൻ സം കേസസ് മോൺസ്ട്രസ് ഇസ് യൂസ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ കോമൺ ടേം. പിന്നെ ഹീ ഗോട്ട് അതിന്റെ ഫെമിനിൻ ഫോം ഷീ ഗോട്ട് എന്നാണ്. ലാൻഡ് ലോർഡ് ഇറ്റ്സ് ലാൻഡ് ലേഡി. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. മിൽക്ക് മാൻ, മിൽക്ക് മെയ്ഡ്. ഷെപ്പേർഡ്, ഷെപ്പേർഡസ്. മാസ്റ്റർ, മിസ്ട്രസ്. പേട്രൺ, മേട്രൺ. സെയിൽസ്മാൻ, സെയിൽസ്വുമൺ. Merman, mermaid. Bridegroom, bride. Fox, vixen. Widower, widow. Hero, heroine. Baron, baroness. പിന്നെ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ആൻ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സെന്റൻസിൽ സെന്റൻസുകളിൽ യൂസ് ചെയ്യാനാണ്. അപ്പൊ there is a dash coming, there is a storm coming. They went to the market to buy some fish. It was a good decision. After a year or two, they will return. The fox saw a crow sitting in a tree with a piece of cheese in its mouth. An honest man is the noblest work of all. They went to the station, but the train has left. He lit the fire. She wrote a letter to her father and posted it. Would you please pass me the salt? They shall be back in an hour's time. The river was treacherous. The police arrested the one-eyed man. ഇനി നമുക്കിവിടെ കുറച്ച് adjectives തന്നിട്ടുണ്ട്. We have to write whether they are in positive, comparative or superlative form. Tall, positive form. Beautiful, positive form. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ആക്കുന്നത്? Tall, taller, tallest. Beautiful, more beautiful, most beautiful. Old, older, oldest. Good, better, best. Bad, worse, worst. Cold, colder, coldest. Dark, darker, darkest. Short, shorter, shortest. Clever, cleverer, cleverest. Sad, sadder, saddest. Tender, tenderer, tenderest. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്. We have to write them using to or enough to. But she is strong, she can climb the mountain. She is strong enough to climb the mountain. നമുക്ക് അതിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ്, the man is cruel, he will not feed the animals. The man is too cruel to feed the animals. പിന്നെ നെക്സ്റ്റ്, the shirt is very small, he cannot wear it. The shirt is too small to him to wear it. പിന്നെ the boss is a dull man, he cannot make the company successful. The boss is too dull to make the company successful. പിന്നെ I am very tired, I cannot work today. I am too tired to work today. The dam is strong, it will hold the flood waters. അതിനെ നമുക്ക് മാറ്റി എഴുതാം. The dam is strong enough to hold the flood waters. The next question നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, we have to use the correct tense of the verb.
അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വെൻ ഹി ഡാഷ് ദ ട്രെയിൻ ഡാഷ്. സോ വെൻ ഹി അറൈവ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഐ ഡാഷ് ലീവ് തിരുവനന്തപുരം ടുമോറോ. അതിനെ നമുക്ക് ഐ ആം ലീവിങ് തിരുവനന്തപുരം ടുമോറോ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് ആസ് സൂൺ ആസ് ദേ അണ്ടർസ്റ്റാൻഡ്, അതിനെ നമുക്ക് അണ്ടർസ്റ്റുഡ് എന്ന് എഴുതാം. ആസ് സൂൺ ആസ് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വുഡ് റെയിൻ ദേ ടുക്ക് ഔട്ട് ദെയർ അംബ്രലാസ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ജസ്റ്റ് ആസ് ഷി വാസ് എൻറ്ററിങ് ദ റൂം ദേ ഓൾ റാൻ ഔട്ട്. പിന്നെ നെക്സ്റ്റ് ദ ഷോ ഹാഡ് ഓൾറെഡി ബിഗൺ ബിഫോർ ദേ റീച്ച് ദ തിയേറ്റർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ he has worked in New York for 5 years. I saw him. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഐ റോട്ട് ടു ഹർ യെസ്റ്റർഡേ എന്ന് പറയാം. പിന്നെ ലാസ്റ്റ് വൺ ഹി വിൽ ഗോ ടു ദ പ്ലേസ് ടുമോറോ. ഇനി ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് പ്രോപ്പർ വെർബ്സ്. അപ്പൊ അവിടെ എ പോയറ്റ് ആൻഡ് എ ക്രിട്ടിക് ആർ വിസിറ്റിംഗ് അവർ കോളേജ്. ഹി തോട്ട് ദാറ്റ് 6 feet, അവിടെ എന്താണ് വരിക? ഹി തോട്ട് ദാറ്റ് 6 feet വാസ് എ ഗുഡ് ഹൈറ്റ് ഫോർ എ പേഴ്സൺ. പിന്നെ നെക്സ്റ്റ് വൺ ഓഫ് ദ പ്ലേയേഴ്സ് വാസ് ഇൻജേർഡ് ഡ്യൂറിംഗ് ദ മാച്ച്. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ദേ ഡാഷ് സം ഫേമസ് പീപ്പിൾ വിസിറ്റിംഗ് ദ പ്ലേസ്. പിന്നെ അതിനെ നമുക്ക് എഴുതാം there are some famous people visiting the place. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ a good many passengers dash hurt in the accident. A good many passengers were hurt in the accident. പിന്നെ നെക്സ്റ്റ് the news of the earthquake dash shattered them. അതിനെ നമുക്ക് വേണമെങ്കിൽ the news of the earthquake had shattered them എന്ന് നമുക്ക് പറയാം. പിന്നെ എച്ച് പൊളിറ്റിക്സ് ഡാഷ് നോട്ട് എവ്രിവൺസ് ഗെയിം. പൊളിറ്റിക്സ് ഈസ് നോട്ട് എവ്രിവൺസ് ഗെയിം. പിന്നെ നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ യുണൈറ്റഡ് കിങ്ഡം ഡാഷ് എ കൺട്രി ദാറ്റ് ഇസ് സ്റ്റിൽ എ സൂപ്പർ പവർ among nations. ഇപ്പൊ അവിടെ നമുക്ക് ദ യുണൈറ്റഡ് കിങ്ഡം ഈസ് എ കൺട്രി ദാറ്റ് ഇസ് സ്റ്റിൽ എ സൂപ്പർ പവർ among nations എന്ന് നമുക്ക് പറയാം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മീസിൽസ് ഡാഷ് നോട്ട് എ കോമൺ ഡിസീസ് നൗ. അപ്പൊ അതിനെ നമുക്ക് പറയാം മീസിൽസ് ഈസ് നോട്ട് എ കോമൺ ഡിസീസ് നൗ എന്ന് നമുക്ക് പറയാം. സോ അതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള എക്സസൈസസിന്റെ ആൻസേഴ്സ്. അപ്പൊ നമ്മുടെ ഗ്രാമറിന്റെയും വൊക്കാബുലറിയുടെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സോ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ആർ ബോത്ത് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഗ്രാമർ അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ വൊക്കാബുലറി നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വി കാൺ ഫൈൻഡ് ദ റൈറ്റ് വേർഡ്സ് ടു യൂസ് ഇൻ സം സിറ്റുവേഷൻസ്. അപ്പൊ ഗ്രാമർ ആണ് നമ്മുടെ ലാംഗ്വേജിന് സ്ട്രക്ചർ കൊടുക്കുന്നത്. വൊക്കാബുലറി എന്താ ചെയ്യുന്നത്? ഇറ്റ് ഗോസ് അഹെഡ് ആൻഡ് എൻഹാൻസസ് എക്സ്പ്രഷൻ ആൻഡ് ക്ലാരിറ്റി. പിന്നെ ഗ്രാമർ ഇപ്പൊ എല്ലാവർക്കും അറിയാം. വി ലേൺ എ ലോട്ട് ഓഫ് റൂൾസ്. ലോട്ട്സ് ഓഫ് റൂൾസ് അല്ലെ? ഇന്നത് വരുമ്പോ ഇന്നത് ചെയ്യണം, ഇന്നത് വരുമ്പോ ഇന്നത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ പഠിക്കും. ബട്ട് വാട്ട് ഇസ് ദ ട്രിക്ക് ടു പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡിങ് grammar or properly remembering what to do when you are making a sentence? Appo you have to understand grammar in context. അതായത് നമ്മൾ പല ടൈപ്പ് സെന്റൻസസുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യുക, സെന്റൻസ് സ്ട്രക്ചേഴ്സുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ ഗ്രാമർ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. So if you remember, like, this is the way certain words are used, this is the way
certain sentences are structured through reading. നമുക്ക് ഗ്രാമറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ we automatically understand what the answers would be without even thinking of the rules. ഇപ്പൊ റൂൾസ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കില്ല് കിട്ടിയെന്ന് വരില്ല. ബട്ട് വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദ റൂൾസ്, ജസ്റ്റ് നോട്ട് മെമ്മറൈസ് ദം. പിന്നെ വൊക്കാബുലറി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യാൻ ദ ബെസ്റ്റ് മെത്തേഡ് ഇസ് ഓൾവേസ് റീഡിങ്. റീഡ് ചെയ്ത് വാക്കുകൾ ഫെമിലിയർ ആവുക, ആ വാക്കുകൾ ഡെയിലി കോൺവേഴ്സേഷൻസിൽ യൂസ് ചെയ്യുന്നത് ശീലമാക്കുക. അപ്പൊ ലേണിംഗ് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ റൂൾസും കാര്യങ്ങളും മനസ്സിലാക്കുകയും അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും നാച്ചുറൽ ആയ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ബാലൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ വി ഒബ്റ്റെയിൻ എ ബെറ്റർ പ്രൊഫിഷ്യൻസി ഇൻ ലാംഗ്വേജ്. പിന്നെ അതേപോലെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. താങ്ക് യു.